സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. 2 സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം 2 നേന്ത്രപ്പഴമാണ് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 3 മുട്ടയാണ്. 3 മുട്ട നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ മധുരത്തിന് ആവശ്യമായി ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ 5-6 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തതിന് ശേഷം കുറച്ച് അണ്ടിമുന്തിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 10 രൂപേൻ്റെ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മളെ പാൽപ്പൊടിയും മൈദയും ഒക്കെ മിക്സ് ആകുന്ന രൂപത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം വാട്ടിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി. കാലയപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് നമുക്ക് കുറേയൊന്നും ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. കുറേശ്ശെ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ അളവിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഓരോന്നും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഏകദേശം കായ്പോളൻ്റെ ഇത് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വേഗം എടുത്ത് കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ ഒഴിച്ചെടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ വളരെ കുറച്ച് വേണേ ആക്കാൻ വേണ്ടി. മുട്ട ആയതുകൊണ്ട് കരിയാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം എല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആയതൊക്കെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിക്കാനും നല്ല, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇതാക്കുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വേണം ആക്കാൻ വേണ്ടിയിട്ട്. ഉൾവശമൊക്കെ നമുക്ക് നല്ലോണം ബന്ധിക്കണമല്ലോ. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി പഴം കൊണ്ടുള്ള ചായക്കടി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.